ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ഓവർ ഹെഡാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഓവർ ഹെഡ് നോക്കാം. ഓൾറെഡി നമ്മൾ എലമെൻറ്റ് ഓഫ് കോസ്റ്റിൽ ഓവർ ഹെഡ് എന്താണെന്ന് ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചാപ്റ്ററിൽ ഓവർ ഹെഡിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഓവർ ഹെഡ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാലോ എന്താണ്, കുറേ കോസ്റ്റ് ഉണ്ട് അല്ലേ. ഓരോ കോസ്റ്റുകളും എന്താണ്, ഓരോ കോസ്റ്റ് യൂണിറ്റിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദർ ആർ സർട്ടൈൻ കോസ്റ്റ് വിച്ച് ബിലോങ് ടു മോർ ദാൻ വൺ കോസ്റ്റ് യൂണിറ്റ്. ഒന്നിൽ കൂടുതൽ കോസ്റ്റ് യൂണിറ്റുകളിലേക്ക് കൂടുതൽ കോസ്റ്റുകൾ നമുക്ക് അസർട്ടൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കോസ്റ്റുകൾ നമുക്ക് ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിൽ നിന്നും ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചാർജ് ചെയ്യാൻ പറ്റില്ല. അതായത് എനി കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഡയറക്റ്റ്ലി ചാർജ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. അതായത് ഇതൊരു ഇന്ന കോസ്റ്റ് യൂണിറ്റിലേക്കാണ് ചാർജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കാണ് ഇത് ചാർജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഡയറക്റ്റ്ലി അങ്ങോട്ടേക്ക് ചാർജ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയണത്, ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. നമ്മൾ പഠിച്ചിട്ടുള്ള എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൻ്റെ ഇൻഡയറക്റ്റ് എലമെൻറ്റ്സുകൾ, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം, ഓവർ ഹെഡുകളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് മൊത്തം ചേർന്നതാണ് എന്ത്, ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓവർ ഹെഡ് ആർ ഓൾസോ നോൺ ആസ് കോസ്റ്റ് ഓർ സപ്ലിമെൻ്ററി കോസ്റ്റ് ഓർ നോൺ പ്രൊഡക്റ്റീവ് കോസ്റ്റ്. ഓവർ ഹെഡിന് എന്തൊക്കെ രീതിയിൽ പറയാം, നമുക്ക് ഓൺ കോസ്റ്റ് എന്ന് പറയാം, ഓൺ കോസ്റ്റ് പറയാം, അതേപോലെ സപ്ലിമെൻ്ററി കോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് നോൺ പ്രൊഡക്റ്റീവ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ചില ടൈമുകളിൽ ഓവർ ഹെഡിനെ നമുക്കൊരു ബേർഡൻ ആയിട്ട് പറയാൻ പറ്റും. ഇറ്റ്സ് എ ബേർഡൻ. ഇങ്ങനെയാണ് നമ്മൾ ഓവർ ഹെഡിനെ കുറിച്ച് പഠിക്കുന്നത്. എന്താണ്, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റെപ്സ് ഇൻ ഓവർ ഹെഡ് അക്കൗണ്ടിങ്. ഈ ഓവർ ഹെഡ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഓവർ ഹെഡ് ഓരോ ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്ററുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 5ഓളം സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ആണ്. ദെൻ കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡ്. ദെൻ അലോക്കേഷൻ ആൻഡ് അപ്രോച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. ദെൻ റീ അപ്രോച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. അഞ്ചാമത്തേത് അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണ് നമുക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ഓവർ ഹെഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ഓവർ ഹെഡിനെ അതിൻ്റെ ഓരോ ഐറ്റംസ് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളാക്കി തിരിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണു, ഈ ഓവർ ഹെഡുകളെ എന്ത് ചെയ്യാണ്, എന്താണ്, ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ഇസ് ദ process of grouping the various items of overhead into distinct classes or groups according to their common characteristics. Okay, അപ്പം ഓരോ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ഓവർ ഹെഡ് ഐറ്റംസിൽ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നതിനാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഏകദേശം 4 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓവർ ഹെഡിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ആദ്യം അക്കോർഡിംഗ് ടു ഫങ്ഷൻ്റെ ബേസിൽ നമ്മൾ ഓവർ ഹെഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർ ഹെഡ്. ഇങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ഓവർ ഹെഡിനെ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്താണ്, സെല്ലിംഗ് ഓവർ ഹെഡ് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്താണെന്നൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, അത് റെഫർ ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എലമെൻറ്റിൻ്റെ ബേസിലാണ്. എലമെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, നമ്മുടെ ഓവർ ഹെഡിൻ്റെ ടോട്ടൽ, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇങ്ങനെയാണ് നമ്മൾ എലമെൻറ്റിൻ്റെ ബേസിൽ ഓവർ ഹെഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത്.
ദെൻ ബിഹേവിയർ ഓർ നേച്ചർ, ബിഹേവിയറിൻ്റെയോ അല്ലെങ്കിൽ നേച്ചറിൻ്റെയോ ബേസിൽ നമ്മൾ ഓവർ ഹെഡിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ ഫിക്സഡ് ഓവർ ഹെഡ് എന്നും വാരിയബിൾ ഓവർ ഹെഡ് എന്നും അതേപോലെ സെമി വാരിയബിൾ ഓവർ ഹെഡ് എന്നും. സെമി വാരിയബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അത് പാർട്ട്ലി ഫിക്സഡും പാർട്ട്ലി വാരിയബിളും ആയിരിക്കും. അങ്ങനെയുള്ള ഓവർ ഹെഡിനെയാണ് നമ്മൾ സെമി വാരിയബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ദെൻ കൺട്രോളബിലിറ്റീൻ്റെ ബേസിൽ ഓക്കെ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു കൺട്രോളബിലിറ്റി. ഇത് 2 തരമാണ്, കൺട്രോളബിൾ ഓവർ ഹെഡും അൺകൺട്രോളബിൾ ഓവർ ഹെഡും. കൺട്രോളബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തം കൺട്രോൾ അവിടുത്തെ മാനേജ്മെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് കൺട്രോളബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അൺകൺട്രോളബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, അത് എഫിഷ്യൻ്റായിട്ട് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ മാനേജ്മെൻ്റ് ആയിരിക്കും. മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതായിരിക്കില്ല, അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അതിലും പുറത്തായിരിക്കും അതിൻ്റെ കൺട്രോളബിലിറ്റി വരിക. അതായത് മാനേജ്മെൻ്റ് അല്ല ഇത് എന്ത് ചെയ്യുന്നത്, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണെന്ന് അൺകൺട്രോളബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഓരോ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓവർ ഹെഡിനെ ക്ലാസിഫൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർ ഹെഡാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഓവർ ഹെഡിനെ ഡിഫറെൻറ്റ് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യാണ്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഓരോ ഹെഡിങ്ങിൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ഇനി നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്തതിനെ ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്പേഴ്സ് അലൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഗ്രൂപ്പിംഗ് എ കോഡ് നമ്പർ ഈസ് അലൗട്ടഡ് ടു ഈച്ച് ഹെഡ് ഓഫ് എക്സ്പെൻസസ്. ഓക്കെ, ഇത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഇപ്പോൾ ഓരോന്നിൻ്റെ അണ്ടറിലായിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ നമ്പേഴ്സായിട്ട് അലോക്കേറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്താണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓവർ ഹെഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കോഡിഫൈ ചെയ്യുക. പെട്ടെന്നുള്ള ഈസി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നത്, ഓരോ ഡിഫറെൻ്റ് ആയിട്ട് തിരിച്ചിട്ടുള്ള ഇതിനെ ഓരോ ഡിഫറെൻറ്റ് ഹെഡിങ്ങിലായിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിനെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഓരോ കോഡ് അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ് അലോക്കേഷൻ ആൻഡ് അപ്രോച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് അഥവാ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു, ആഫ്റ്റർ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, കോഡിഫിക്കേഷനും കളക്ഷനും ഈ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഓവർ ഹെഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോസ്റ്റ് സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഇതിനെ ചാർജ് ചെയ്യാണ് അല്ലെങ്കിൽ അപ്രോച്ചും ചെയ്ത് കൊടുക്കുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ് അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മളിതിനെ പറയാം. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഓവർ ഹെഡിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് അലോക്കേഷൻ ആൻഡ് അപ്രോച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്താണ്, ഓർഗനൈസേഷന് നമുക്ക് പല മൊത്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിനെ നമുക്കറിയാം എന്താണ്, ഒരു വലിയൊരു ഓർഗനൈസേഷന് നമ്മൾ അതിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ സെക്ഷൻസ് ആക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഒരു കമ്പനി ഉണ്ടാവും. ഒരു കമ്പനി എ എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ ഡിഫറെൻറ്റ് സബ് സെക്ഷൻസ് ആയിട്ട് മാറ്റുന്നു. അതായത് എ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, സി, ഡി, ഇ, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സബ് സെക്ഷൻസ് ആയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു ഓർഗനൈസേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സബ് ഡിവിഷൻസ് ചെയ്യുക. സബ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ സബ് ഡിവിഷൻസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഓരോ ഡിവിഷൻസിനെയും നമ്മൾ പറയുന്ന പേരാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ മൊത്തം ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളാണ് ഉണ്ടാവുക. ഇത് എന്തിനാണ്, ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിന് നമ്മൾ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റ്സ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഇനി
ഈ ഒരു ഓവർഹെഡിൻ്റെ അല്ലെങ്കിൽ അലോക്കേഷൻ ആൻഡ് അപ്രോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഡിപ്പാർട്ട്മെൻറ്റ്സുകളിലാണ് മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ 2 ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് സബ് ഡിവൈഡ് ചെയ്യുക. ഒന്നാമത്തേത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും രണ്ടാമത്തേത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമാണ്. എന്താണ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും എന്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ മെൻ ടു പ്രൊവൈഡ് സർവീസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണെന്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് നമ്മളിതിനെ തിരിക്കുന്നത്. അപ്പോൾ ഓവർ ഹെഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യാണ് ചാർജ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ്, അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അലോക്കേഷൻ ആൻഡ് അപ്രോച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്നൊക്കെ പറയുന്നത്. വേറൊരു രീതിയിൽ നമുക്കിതിനെ പറയുകയാണെങ്കിൽ the process of allocation and apportionment of overhead to various department is called departmentalization of overhead or പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ തിരിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഓവർ ഹെഡിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും അതേപോലെ അപ്രോഷൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ്, ഇതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ അല്ലെങ്കിൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്, ഓർഗനൈസേഷനെ മൊത്തമായിട്ട് സബ് ഡിവൈഡ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിക്കും. അതിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഓവർ ഹെഡിനെ അതിൻ്റെ ഓരോ അനുപാതത്തിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഏതിലേക്കാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് എന്ത് ചെയ്യാണ് അതിനെ ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളിതിൽ പഠിക്കാനുള്ളത് നമുക്ക് എന്താണ് അപ്രോച്ച്മെൻറ്റ്, എന്താണ് അബ്സോർപ്ഷൻ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ നോക്കാം. അപ്പം സ്റ്റെപ്സ് ഇൻ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്യുമ്പം അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്രോഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡാണ്. ആദ്യം നമുക്ക് അലോക്കേറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അലോക്കേഷൻ പോസിബിൾ അല്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ അബ്സോർപ്ഷൻ ചെയ്യാവൂ, അപ്രോച്ച്മെൻറ്റ് ചെയ്യാവുള്ളൂ. ഫസ്റ്റ് അലോക്കേഷൻ ആണ്, ദെൻ അപ്രോച്ച്മെൻ്റ് ആണ്, പിന്നെ റീ അപ്രോച്ച്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ആണ്. അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ഇസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഫുൾ എമൗണ്ട് ഓഫ് ദി ഓവർ ഹെഡ് കോസ്റ്റ് ടു എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എ കോസ്റ്റ് സെൻറ്റർ. അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫുൾ എമൗണ്ട്, എന്താണ് ഒരു ഓവർ ഹെഡിൻ്റെ ഫുൾ എമൗണ്ട് ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ചാർജ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുക അലോക്കേഷൻ എന്ന് പറയുന്നത്. Okay, allocation of overhead is possible only when the nature of expense is such that it can be easily identified with a particular department or cost center. ഈ അലോക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ നമ്മൾ ഏതാണോ എക്സ്പെൻസ് അല്ലെങ്കിൽ ഏതാണോ ഓവർ ഹെഡ് അതിനെ നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇങ്ങനെയുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓവർ ഹെഡിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവൂ ആ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ ആ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിലേക്കോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാലറി പെയ്ഡ് ടു ദ സെയിൽസ് മാനേജർ ക്യാൻ ബി ഫുള്ളി ഐഡൻറ്റിഫൈഡ് വിത്ത് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് സാലറി, അതായത് സെയിൽസ് മാനേജർക്ക് കൊടുക്കുന്ന സാലറി. ഓക്കെ, അത് സെയിൽസ് മാനേജർ എപ്പോഴും ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും. അപ്പോൾ ഇയാളുടെ സാലറി എന്ന് പറയുന്നത് നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സെയിൽസ് മാനേജേഴ്സിൻ്റെ സാലറി സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡയറക്റ്റ്ലി നമുക്ക് അങ്ങോട്ടേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് ആ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസുകളെ നമ്മൾ എന്ത് ചെയ്യാണ് ഓവർ ഹെഡായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ അലോക്കേഷൻ എന്ന് പറയണത്. ഓക്കെ, നെക്സ്റ്റ് അപ്രോച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡാണ്. അപ്പോൾ ഇത് അലോക്കേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അലോക്കേഷൻ പോസിബിൾ അല്ലാത്ത കേസിലാണ് നമ്മൾ അപ്രോച്ച്മെൻറ്റ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും
those overhead which cannot be fully with the particular department or center are to be apportioned to various department or cost center. It cannot be എന്താണ് ഫുള്ളി ഐഡൻറ്റിഫൈഡ് ഉണ്ട് കേട്ടോ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഫുള്ളി ഐഡൻറ്റിഫൈഡ് എന്താണ്, നമുക്കത് ആ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററിനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിനോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡയറക്റ്റ്ലി അതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയല്ല ചെയ്യുക, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുക, അപ്രോഷൻ ചെയ്യുകയാണ് ചെയ്യുക. ആ ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ നമ്മൾ കൊടുക്കേണ്ടത് അത് ആ അതത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭാഗിച്ച് അപ്രോച്ച് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക. Okay, the process of charging proportionate amount of overhead into various department on suitable basis is known as apportionment of overhead. Okay, എന്താണ്, നമുക്ക് അതിനൊരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഉണ്ടാവും. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്ര ആയിരിക്കും. ഇപ്പോൾ മൊത്തമായിട്ടുള്ള ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ഇതൊരു 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൊത്തം കൊടുക്കേണ്ടതാണെങ്കിൽ ആ 4 ഡിപ്പാർട്ട്മെൻറ്റിനും പോസിബിൾ ആയിട്ടുള്ള ഒരു അനുപാതം നമുക്ക് തന്നിട്ടുണ്ടാവും, ഒരു പോസിബിൾ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് തന്നിട്ടുണ്ടാവും. ആ പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതിനെ എന്ത് ചെയ്യാണ്, അപ്രോഷൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്രോച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയാം. ഇതൊരിക്കലും തന്നെ അലോക്കേഷൻ പോസിബിൾ അല്ലാത്ത കേസിലാണ് നമ്മൾ അപ്രോഷൻ ചെയ്യുക. കാരണം അലോക്കേഷൻ ഡയറക്റ്റ്ലി നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷേ അപ്രോച്ച്മെൻറ്റ് അങ്ങനെയല്ല, നമുക്കതൊന്ന് ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണ്. ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള എക്സ്പെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണോ വന്നത് അതിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് അപ്രോഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് സാലറി പേ ടു ജനറൽ മാനേജർ. ജനറൽ മാനേജർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ മൊത്തമാണ് അല്ലേ, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതൊന്നും അല്ല. അപ്പോൾ നമുക്കതിനെ ഡയറക്റ്റ്ലി ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അലോക്കേഷനും അപ്രോച്ച്മെൻറ്റും ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി ഒന്നുണ്ട്, റീ അപ്രോച്ച്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ പിന്നെയും എന്ത് ചെയ്യുകയാണ്, അപ്രോഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് റീ അപ്രോച്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു അലോക്കേഷൻ അപ്രോച്ച്മെൻറ്റ് എന്താണ്, അതിൻ്റെ എങ്ങനെയാണ് ഇനി അത് അലോക്കേറ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് കോസ്റ്റ് അലോക്കേഷനും അപ്രോച്ച്മെൻറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് അപ്രോച്ചിനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ, അലോക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓൾ ഐറ്റം ഓഫ് ദി കോസ്റ്റ്. ഒരു കോസ്റ്റിലുള്ള എല്ലാ ഐറ്റത്തിനെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് അലോട്ട്മെൻറ്റ് ഓഫ് പ്രൊപ്പോർഷൻസ് ഓഫ് ഐറ്റംസ് ഓഫ് ദ കോസ്റ്റ്. ഒരു കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡയറക്റ്റ് പ്രോസസ്സാണ്, ഡയറക്റ്റ്ലി അത് ചാർജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് പ്രോസസ്സാണ്. ദെൻ ദർ ഈസ് നോ നീഡ് ടു ചൂസ് എ ബേസ്. കോസ്റ്റ് അലോക്കേഷന് യാതൊരു ബേസിൻ്റെ ആവശ്യമില്ല, പക്ഷേ കോസ്റ്റ് അപ്രോഷൻ ചെയ്യുമ്പോൾ ഒരു സ്യൂട്ടബിൾ ബേസിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പം നമുക്ക് പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദെൻ അലോക്കേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ പ്രോസസ്സാണ്. അതേപോലെ കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. ദെൻ കോസ്റ്റ് അലോക്കേഷൻ ഇറ്റ് ഈസ് എൻ ആക്യുറേറ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് എപ്പോഴും അപ്രോക്സിമേറ്റ് നമുക്ക് കിട്ടുള്ളൂ, ഒരിക്കലും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കഴിയില്ല കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് അലോക്കേഷൻ ആൻഡ് കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റേജസ് ഓഫ് അപ്രോച്ച്മെൻറ്റ്. അത് നമ്മൾ ഇനി നോക്കുകയാണ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അപ്രോച്ച്മെൻറ്റിൻ്റെ എന്താണ് സ്റ്റേജസ്, എങ്ങനെയാണ് നമ്മളിത് അപ്രോഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ 2 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ അപ്രോച്ച്മെൻറ്റ് ഉള്ളത്. ഫസ്റ്റ് വൺ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനുമാണ് ഉള്ളത്. ഓക്കെ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ when overheads are apportioned to all departments, നമ്മൾ എന്ത് ചെയ്യാണ്, ഓവർഹെഡ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്രോഷൻ ചെയ്ത് കൊടുക്കുക. അപ്രോഷൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പോഴും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അപ്രോഷൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ് വെൻ
The total of overhead allocated and apportioned to service department are apportioned again to the production department. സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, നമ്മൾ ടോട്ടൽ ഓവർഹെഡിനെ അലോക്കേറ്റ് ചെയ്യാണ് എവിടേക്ക്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്രോഷൻ ചെയ്തിട്ടുള്ള ഓവർഹെഡിനെ പിന്നെയും എന്ത് ചെയ്യാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, നെക്സ്റ്റ് വൺ ബേസ് ഓഫ് അപ്രോച്ച്മെൻറ്റ്. ഇനി ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പ്രോബ്ലത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. എന്താണ് ബേസ്? നമ്മൾ പറഞ്ഞു ഡിഫറൻസ് പറയുമ്പോൾ പറഞ്ഞു എന്താണ്, അലോക്കേഷന് ചെയ്യുമ്പോൾ ഒരു ബേസ് ഇല്ല, ഒരു സ്യൂട്ടബിൾ ബേസ് ആവശ്യമില്ല. പക്ഷേ അപ്രോച്ച്മെൻറ്റ് ചെയ്യുമ്പം ഒരു സ്യൂട്ടബിൾ ബേസസ് ഉണ്ട്, അതിൻ്റെ ബേസിലാണ് നമ്മൾ അപ്രോഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ബേസ്, അത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ബേസുകളുണ്ട്, നമ്മൾ ഈ ബേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്രോച്ച്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് ബേസ് നോക്കാം. ഫ്ലോർ ഏരിയ, ഡയറക്റ്റ് വേജസ്, നമ്പർ ഓഫ് എംപ്ലോയീസ്, number of labor hours, capital value of asset, number of light points, horsepower of machine, then technical estimate. ഇത്രയാണ് നമ്മുടെ ബേസ്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്രോഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫ്ലോർ ഏരിയ ഏത് വന്നാലാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവും. ചെറിയൊരു കണക്ഷൻ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഓരോന്ന് പഠിച്ചു വെക്കാം. അപ്പം നമുക്ക് നോക്കാം ഓരോന്നും എന്തിലാണ് കൊടുക്കേണ്ടതെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ഇതാണ് ആ ചാർട്ട്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഫ്ലോർ ഏരിയൻ്റെ ബേസിൽ ഫ്ലോർ ഏരിയ വരുന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അപ്രോഷൻ ചെയ്യേണ്ടത്. റെൻറ്റ് ടാക്സ് വന്നാൽ നമ്മൾ കൊടുക്കേണ്ടത് ഫ്ലോർ ഏരിയ ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അതേപോലെ റിപ്പയർ മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് വന്നാലും നമ്മൾ ഫ്ലോർ ഏരിയ ആണ് എന്ത് ചെയ്യേണ്ടത്, ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഡിപ്രീസിയേഷനൊക്കെ ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമ്മളെപ്പോഴും ബേസ് ആയിട്ട് എടുക്കേണ്ടത് അസറ്റ് വാല്യൂ ആണ്. അതേപോലെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി വന്നാൽ നമ്മൾ എടുക്കേണ്ടത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. അപ്പോൾ അസറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. നേരത്തെ രണ്ടാമത്തെ കേസിൽ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് ആണ്, അവിടെ നമ്മൾ എടുക്കേണ്ടത് ഫ്ലോർ ഏരിയ ആണ്. ഓക്കെ, പിന്നെ ഇൻഷുറൻസ് വരികയാണെങ്കിൽ നമ്മൾ അസറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അസറ്റിൻ്റെ ഇൻഷുറൻസ് ആണെങ്കിലാണ് അസറ്റ് വാല്യൂ എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ലൈറ്റിങ്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ഓർ നമ്പർ ഓഫ് എംപ്ലോയീസ് ഓർ ഫ്ലോർ ഏരിയ ഏതാണോ തന്നിരിക്കുന്നത്, ഏതൊക്കെ എടുക്കാം, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് എടുക്കാം, നമ്പർ ഓഫ് എംപ്ലോയീസ് എടുക്കാം, അതേപോലെ ഫ്ലോർ ഏരിയ എടുക്കാം. നമുക്ക് ഏതാണോ തന്നത് അത് നമുക്ക് എടുക്കാം. പിന്നെ പവർ വരികയാണെങ്കിൽ HP ഓഫ് മെഷീൻ ഓർ കിലോ വാട്ട് എടുക്കാം, ഹവേഴ്സ് എടുക്കാം. അതായത് HP എന്ന് പറഞ്ഞാൽ അതാണ് ഹോഴ്സ് പവർ മെഷീനാണ്, ഹോഴ്സ് പവർ റേറ്റ് ആണ് എടുക്കേണ്ടത് പവർ വന്നാൽ. സൂപ്പർവിഷനൊക്കെ വരികയാണെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് എടുക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ലേബർ, അതും അതിൽ പെടുന്നതാണ് കേട്ടോ. പിന്നെ ക്യാൻറ്റീൻ എക്സ്പെൻസസ് വരികയാണെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എടുക്കാം. ദെൻ ടൈം കീപ്പിംഗ് എക്സ്പെൻസസ് വരികയാണെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എടുക്കാം. വെൽഫെയർ എക്സ്പെൻസസ് വരികയാണെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് എടുക്കാം. വർക്ക്മെൻ കോമ്പൻസേഷൻസ് വരികയാണെങ്കിൽ നമ്പർ ഓഫ് വർക്കറോ അല്ലെങ്കിൽ ഡയറക്റ്റ് വേജോ എടുക്കാം. പിന്നെ ഓവർ ടൈം കോസ്റ്റ് വരികയാണെങ്കിൽ ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് എടുക്കാം. പിന്നെ ESI PF പ്രൊവിഡൻറ്റ് ഫണ്ട് ESI ഒക്കെ വരികയാണെങ്കിൽ ഡയറക്റ്റ് വേജ് എടുക്കാം. ജനറൽ ഓവർ ഹെഡ്സ് ആണെങ്കിൽ ഡയറക്റ്റ് വേജസ് എടുക്കാം. പിന്നെ സ്റ്റോഴ്സ് ഓവർ ഹെഡ് ആണ് വരുന്നെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ വാല്യൂ എടുക്കാം. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജിങ് ആണെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ നമ്പേഴ്സ് എടുക്കാം, അതിൻ്റെ വെയിറ്റ്. ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് വരികയാണെങ്കിൽ ടെക്നിക്കൽ എസ്റ്റിമേറ്റ്സ് ആണ് എടുക്കുക. അതേപോലെ മാനേജീരിയൽ സാലറീസ് വരികയാണെങ്കിലും നമ്മൾ ടെക്നിക്കൽ എസ്റ്റിമേറ്റ്സ് ആണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ഓഡിറ്റ് ഫീ ഒക്കെ വരികയാണെങ്കിൽ സെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പം ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. ഈ ഓവർ ഹെഡ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണിത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർമ്മയിൽ വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓവർ ഹെഡിൻ്റെ തിയറി പാർട്സ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം,
അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓവർ ഹെഡ് എന്താണ് നോക്കുക. ഓവർ ഹെഡിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതായത് സ്റ്റെപ്സ് അതന്നെ പിന്നെ നമ്മൾ കുറേ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ അപ്രോച്ച്മെൻറ്റ് എന്താണ്, അലോക്കേഷൻ എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, പിന്നെ ഈ ഒരു ബേസ് എന്തിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ അപ്രോഷൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓവർ ഹെഡ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.